ഹലോ ഗൈസ്, ഏതെടുത്താലും 159. നമുക്ക് ഇവിടെ കോങ്ങാട് മഹാമേള വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കോങ്ങാട് ഇതേപോലെ മേള കാണാൻ പോണത്. വെറുതെ ഒന്ന് പോയി നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കയറി പോണ സമയത്ത് ഇതേപോലെ ചൂലും നമുക്ക് തുടയ്ക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഇതുണ്ട് കേട്ടോ. വലിയ കുടകൾ അതൊക്കെയാണ് കയറി പോകുമ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഏതെടുത്താലും 159 രൂപയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ പോണത് പിന്നെ ഈ കാസറോൾ അങ്ങനത്തെ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള വലുത് ചെറുത് മീഡിയം അങ്ങനെ ഒരുപാട് സൈസിൽ നല്ല ഭംഗിയുള്ള കാസറോൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഇതാ കുടകളുണ്ട്, നമുക്ക് വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള കുടകൾ, കുട്ടികൾക്കുള്ള കുടകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനത്തെ കുടകൾ ഒരുപാട് ഇത് ഇപ്പോൾ അധികം കാണാറില്ല. ഇപ്പോൾ ഒക്കെ ചെറിയ പോപ്പി പോലത്തെ കുടകളാണല്ലോ. അതേപോലെ ഒരുപാട് കുടകളുണ്ട്. അതിനുശേഷം പിന്നെ ഇതാ ഈ നൂലുപുട്ടച്ചില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ. ഇത്തിരി ടൈറ്റ് ആണെന്ന് തോന്നുന്നത്. തുറന്നൊക്കെ എനിക്ക് തുറക്കാൻ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെ അതൊക്കെ ഉണ്ട്. പിന്നെ ഇതാ നമ്മൾ ഇടിക്കണ കല്ലില്ലേ, അതേപോലത്തെ ഇങ്ങനെ ഇടിക്കുന്ന കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഒരുപാട് തിരക്ക്, നമുക്ക് നേരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നിങ്ങൾ ക്ഷമിക്കണം. അതിനുശേഷം പിന്നെ ഇതൊക്കെ ഈ പിടിച്ചത് വെൽഡിങ് അടിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ കാണുന്നത് മിനി ഫാനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കളറിൽ നമ്മൾ ഓണാക്കുമ്പോൾ ഓണാവണൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നമ്മൾ സൂക്ഷിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ലാഭമായിരിക്കും. അതിനുശേഷം എന്താ പിന്നെ തൊപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. ആൺകുട്ടികൾക്ക് പറ്റിയ തലയിലിടാൻ പറ്റുന്ന പോലെ തൊപ്പിയൊക്കെ ഉണ്ട്. പിന്നെയും കുറേ മിനി ഫാനൊക്കെ അങ്ങനെ കൂട്ടിക്കഴിച്ച് ഓരോരുത്തർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ വാക്വം ക്ലീനറൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തായാലും ഞങ്ങൾക്കൊന്ന് യൂസ്ഫുള്ളാണ്. കാരണം എന്തായാലും ഒന്ന് എടുക്കണം വിചാരിച്ചു. ബെഡിലൊക്കെ പൊടിയൊക്കെ നമുക്ക് ഇതാക്കി എടുക്കാമല്ലോ. അങ്ങനെ അതൊക്കെ നോക്കി. അതിന് ശേഷം പിന്നെ ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസ് ആയിരുന്നു ആ ഭാഗം. പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. നല്ല നമുക്ക് എല്ലാം ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരുപാട് കളറിലും നല്ല ഭംഗിയിലും ആകൃതിയിലുള്ള ഒരുപാട് ഭരണികൾ പോലുള്ള സംഭവങ്ങൾ കേട്ടോ. നല്ല രസമായിരുന്നു. അതിന് ശേഷം പിന്നെ കുപ്പി ഗ്ലാസ്സുകൾ, കപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. വലുതുണ്ട്, ചെറുതുണ്ട്, മീഡിയത്തിലുള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സൈസിലും ഭംഗിയിലും വലിപ്പത്തിലൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം കുഞ്ഞ് ഭരണി പോലത്തെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. ഇത് ഈ സെറ്റിന് 159 രൂപയായിട്ടാണ് കേട്ടോ. ഈ രണ്ടെണ്ണം വെച്ചിട്ട്. ബാക്കിയുള്ള വലിയ ഭരണിക്ക് ഒന്നിന് 159 രൂപ അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് ബ്യൂട്ടി കെയർ മസാജറാണ് കേട്ടോ. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ശേഷം പിന്നെ നമുക്ക് ഇതായി ലൈറ്റ് കത്തിക്കണ പോലെ, പിന്നെ കത്തിരിക, നമുക്ക് ഈ തുന്നണ കാളാക്കണമെങ്കിൽ അങ്ങനെയുള്ള കത്തിരികൊക്കെ ഉണ്ട് കേട്ടോ. കുറേ എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രൈ, പ്ലേറ്റ്, ചെറിയ പ്ലേറ്റുകൾ, വലിയ പ്ലേറ്റുകൾ, ട്രൈകൾ, പിന്നെ അങ്ങനെ ഒരുപാട് വലിപ്പത്തിൽ ആകൃതിയിൽ ഒക്കെ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രത്തോളം നല്ല, നമുക്ക് വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതിന് ശേഷം പിന്നെ പോണത് ബാഗ് സെക്ഷനിലൊക്കെയാണ് കേട്ടോ. ബാഗുകൾ നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം കേട്ടോ. നല്ല നല്ല ബാഗുകൾ, നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകൾ, ചെറുതും വലുതും, പിന്നെ കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗുകൾ, ഹാൻഡ് ബാഗുകൾ, അങ്ങനെ ഒരുപാട് കളറിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബാഗുകൾ നല്ല ഉണ്ട്. എനിക്ക് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നമുക്ക് ഈ ബാഗ് സെക്ഷനിൽ നിന്ന് പോകാനേ തോന്നില്ല കേട്ടോ. അത്രയും നല്ല ബാഗുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കുള്ള സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗൊക്കെ 159 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് അത്യാവശ്യം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ ക്വാളിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. ചിലതിലൊക്കെ ചെറിയ ഡിസ്പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല ക്യൂട്ടായിട്ട് കുട്ടികൾക്ക് അംഗനവാടി പോകാൻ പറ്റുന്ന പോലത്തെ ബൊമ്മ കുട്ടികളുടെ ബാഗ് ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒക്കെ ബാഗ് ഉണ്ട് കേട്ടോ. സ്കൂൾ തുറന്ന സമയമായതുകൊണ്ട് ബാഗ് മേടിച്ചില്ലെങ്കിൽ നിങ്ങൾ പോയി മേടിച്ചോളൂ കേട്ടോ. വെറും 159 രൂപ മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് ലാഭമായിട്ട് കിട്ടും. നല്ല ക്യൂട്ടായിട്ടുള്ള, നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല. അതുകൊണ്ട് തന്നെ ആ സെക്ഷനിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് നേരെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ അപ്പുറത്ത് പിന്നെ ചെരുപ്പുകളുടെ ഉണ്ട്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം നല്ല ഭംഗിയുള്ള ചെരുപ്പായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ട് കളറിൽ ഒരുപാട് സൈസിലും കളറിലൊക്കെ അവൈലബിൾ ആയിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ചിലതിൽ മാത്രം ഇതേപോലെ തന്നെ ഡിസ്പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചെരുപ്പിൻ്റെ സെക്ഷനിൽ പിന്നെ നിൽക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്രയും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ട് നമ്മളെ ഫോളോ ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം പിന്നെ നല്ല ഭംഗിയുള്ള ചെരുപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇട്ട് നോക്കാനൊന്നും പറ്റില്ല, കാരണം നന്നായി തിരക്കുണ്ടായിരുന്നു അവിടെ. നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് അവിടെ തന്നെ നിന്ന് വീഡിയോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂൾ തുറന്നായതുകൊണ്ട് തന്നെ, കോളേജൊക്കെ തുറന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വിയേഴ്സ് ആയിട്ടുള്ള ചെരുപ്പുണ്ട്, ഷൂകളുണ്ട്, അതേപോലെ കെട്ടുന്ന ചെരുപ്പുണ്ട്, കുട്ടികൾക്കുള്ള ചെരുപ്പുണ്ട്. ആൺകുട്ടികൾക്കുള്ള ഷൂ ഒന്നുമില്ല, പക്ഷെ ആൺകുട്ടികൾക്കുള്ള ഡെയിലി വിയർ ആയിട്ടുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അതിന് ശേഷം വരുന്നത് പിന്നെ കുട്ടികളുടെ ബൊമ്മകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബൊമ്മകളുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല എന്താ പറയുക, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, ഓരോ ഇതിലുള്ള ബൊമ്മകളുണ്ട്. പിന്നെ
അവിടെ നിന്ന് അങ്ങോട്ട് കുട്ടികളുടെ കളിപ്പാട്ട സെക്ഷനാണ് കേട്ടോ. കുഞ്ഞാറ്റിനെ അവിടെ കാണാനില്ല, കുഞ്ഞാറ്റിനൊക്കെ അവിടെ പിടിച്ച് നിർത്തിക്കാണ്ടോ. വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അതേപോലെ ബോക്സൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള ബോക്സുകൾ കേട്ടോ. അതിൽ തന്നെ കട്ടറൊക്കെ ചെത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ കുട്ടികൾക്ക് കളിക്കുന്ന ചുറ്റിയും പാത്രം, പിന്നെ ഡോക്ടറായി കളിക്കണത്, അങ്ങനെ ഒരുപാട് കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ബൊമ്മകൾ അങ്ങനെയൊക്കെ സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ 199 തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും ആ റേറ്റ് തന്നെയാണ് കുട്ടികൾ കളിപ്പാട്ടം വരുന്നതൊക്കെ. പിന്നെ അവിടെ തന്നെ കുറേ കുടകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് ഈ സെക്ഷൻ മൊത്തം കളിപ്പാട്ട സെക്ഷനാണ് കേട്ടോ. കുട്ടികൾക്ക് ബാറ്റും കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന്. പിന്നെ അപ്പുറത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഫുള്ള് ഇതേപോലെ ഫോട്ടോ ഫ്രെയിംസ് ആണ് കേട്ടോ. ദൈവത്തിൻ്റെ ഫോട്ടോകൾ, പിന്നെ കുട്ടികളുടെ നല്ല സീനറി ഫോട്ടോസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കുറേ ദൈവത്തിൻ്റെ ഫോട്ടോസ് ഉണ്ട്. അപ്പം നമുക്ക് വീട് കുടിയിരിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി എന്തായാലും നല്ല ലാഭത്തിൽ കിട്ടും കേട്ടോ. എങ്ങനെയായാലും കടയിൽ പോകുമ്പോൾ അത്യാവശ്യം പ്രൈസൊക്കെ ആകുമല്ലോ. അവിടെ നിങ്ങളുടെ ഒരു സെക്ഷനിൽ പിന്നെ നമുക്ക് ഇതേപോലെ പൂവ്, നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവർ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മളിപ്പോൾ വീടൊക്കെ പണി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷോക്കേസിലേക്ക് വെക്കാൻ പറ്റുന്ന അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് പിന്നെ മൊത്തം മാറ്റുകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ചവിട്ടികളുണ്ട്. ഓരോ തുണിത്തരങ്ങൾ, അതായത് ഓരോ വെറൈറ്റി ആയിട്ടുള്ള ചവിട്ടികളും കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ബെഡ്ഷീറ്റുകൾ, തലയണോറ, പിന്നെ പുതപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. നല്ല തലയണ, നല്ല സ്പോഞ്ച് പോലത്തെ തലയണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും കുറച്ച് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ സൈസിലും വലുപ്പത്തിലും കളറിലൊക്കെ ഉള്ള ചവിട്ടികളാണ്. പിന്നെ ലാസ്റ്റ് സെക്ഷനിലേക്ക് വരുന്നത് പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന പോലെ പലക, പിന്നെ ചപ്പാത്തി പരത്തണത്, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണും മനസ്സിലാവുന്നുണ്ടല്ലോ. അതിന് ശേഷം പിന്നെ നമുക്ക് ഇടിക്കണ കല്ല് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുമ്പിൻ്റെയാണ് കേട്ടോ. വലിയ വലിയ ചീനിച്ചട്ടി, ചെറിയ ചീനിച്ചട്ടിയുണ്ട്, വലിയ ചീനിച്ചട്ടിയുണ്ട്, കുഞ്ഞതുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വറക്കാൻ ചെറിയ ചീനിച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇരുമ്പിൻ്റെ പാനുണ്ട്, ദോശ ചൂടുന്ന കല്ലുണ്ട്, ചപ്പാത്തി കല്ലുണ്ട്. പിന്നെ അതേപോലെ തേങ്ങ ചിരകണതുണ്ട്. തേങ്ങ ചിരകണത് ഒരുപാട് നിന്നിട്ട് ചിരകാൻ പറ്റുന്ന പോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ മൊത്തം അലുമിനിയം പാത്രങ്ങളാണ് കേട്ടോ. പുട്ടും കുറ്റി, നമുക്ക് ചാറ് വെക്കാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള കുടുക്കുകൾ, ചോറിട്ട് കുടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ. നിങ്ങൾക്ക് ഇവിടുത്തെ തിരക്ക് നിങ്ങൾക്ക് കാണും മനസ്സിലാവും. എല്ലാവരും കയറി വരുന്നുണ്ട്, പക്ഷെ ആരും ഇറങ്ങി പോകുന്നില്ല കേട്ടോ. അതാണ് സംഭവം. കാരണം ആർക്കും ഇറങ്ങി പോകാൻ തോന്നുന്നില്ല. ഇത്രയും സാധനങ്ങളുണ്ട്, ആരും ഇറങ്ങി പോകാല്ലേ. അപ്പോൾ എല്ലാവരും ഓരോന്ന് നോക്കി നിൽക്കണ്ട. എല്ലാ ഭാഗത്തും തിരക്കാണ്. പിന്നെ ഇവിടെ നിങ്ങളുടെ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടോ. നല്ല ഭംഗിയുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഗ്ലാസ്സുകൾ. ഒരു സെറ്റ് 159 രൂപ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലോക്ക് ഈ ഒറ്റ ക്ലോക്ക് ഉണ്ടായി. ക്ലോക്ക് വേണമെന്ന് വേണ്ടി തരുന്നതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ക്ലോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എടുത്തില്ല. പിന്നെ ചോറ്റുപാത്രങ്ങൾ, നല്ല ഭംഗിയുള്ള ചോറ്റുപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെ മൊന്തകൾ, അങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെ നിങ്ങളുടെയൊക്കെ അലുമിനിയം കേട്ടോ. അലുമിനിയം ആയിട്ടുള്ള പാന്, അലുമിനിയം പാത്രങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള കുപ്പികൾ കണ്ടു കേട്ടോ. നമുക്ക് അളവിനൊക്കെ നമ്മൾ അളന്ന് ഇപ്പോഴത്തെ ട്രെൻഡിൽ കുപ്പി ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതേപോലത്തെ ഒരുപാട് കുപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിന് കുടിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുകയല്ലോ. അതിനുശേഷം ഒരുപാട് കളറിലൊക്കെ ഉള്ള പൂച്ചട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിലുള്ള പൂച്ചട്ടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ. പിന്നെ കൊട്ടകൾ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല ഭംഗിയുള്ള സെറ്റായിട്ടുള്ള പ്ലാസ്റ്റിക് ഡപ്പകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അടുക്കളയിലൊക്കെ നല്ല ഭംഗിയിൽ നിരത്തി വെക്കാം. ഒരു 6 12 ഒക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നു. പിന്നെ വേസ്റ്റ് ബിന്നുകൾ, സ്റ്റൂളുകൾ, പിന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന കൊട്ടകൾ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ഷേപ്പിലും കളറിലൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ ബക്കറ്റുകളുണ്ട്, മൂടി വെക്കാൻ പറ്റുന്നതും മൂടി വെക്കാൻ പറ്റാത്തതും. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന പോലത്തെ പെട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മഹാമേളയ്ക്കൊക്കെ വരിക. കോങ്ങാട് വന്നെങ്കിൽ എന്തായാലും ഇതിലൊന്ന് പർച്ചേസ് ചെയ്യുക. ഇവിടെ ഫ്രണ്ടിൽ കാഷ്യറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.